തൃശൂർ മേയർ എം കെ വർഗീസിനെ വീണ്ടും പുകഴ്ത്തി പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മേയർ വർഗീസ് നല്ല ആളാണ്, അതിൽ എനിക്ക് സംശയമില്ലെന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ചില പിശാചുക്കൾ ഉണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മേയർ നല്ല മനുഷ്യനാണെന്നും എന്നാൽ അദ്ദേഹത്തെ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയാണെന്നും സുരേഷ് ഗോപി മുൻപും പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ നുണറായി അല്ല, നുണറായിസം ആണ് ഉള്ളത്. കുറേ ചെളികൾ ഉണ്ടായതുകൊണ്ടാണ് താമരകൾ ശക്തമായി ഇവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചെളികളുടെ അളവ് വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജിനായി 15 കോടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടവുകരയിൽ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് കണ്ടു. റെയിൽവേ അങ്ങനെ ഒരു ഓവർബ്രിഡ്ജിൻ്റെ പെർമിഷൻ കൊടുത്തതായി തനിക്ക് അറിയില്ല. അതൊരു തട്ടിപ്പാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ഇടതും വലതും മുന്നണികൾ ശ്രമിക്കുന്നുവെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തുന്നു. പന്തളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ശബരിമല ഹിന്ദുവിൻ്റെ മാത്രം അവകാശമല്ല. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് തിരക്ക് നിയന്ത്രണത്തിലും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോഴുള്ള സൗകര്യങ്ങൾ തീർത്തും അപര്യാപ്തമാണ്. സുഖകരമായ ദർശനം നടത്താനുള്ള സൗകര്യമാണ് അവിടെ വേണ്ടത്. ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ട സമയവും മാർഗങ്ങളുമുണ്ട്. അതൊക്കെ ആ സമയത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. 100 EV ബസ്സുകളാണ് ശബരിമലയിലേക്ക് കേന്ദ്രം അനുവദിച്ചത്. മോദിയുടെ ഫോട്ടോ വയ്ക്കുമോ എന്ന് ഭയപ്പെട്ട് കേരളം അത് പ്രാബല്യത്തിൽ വരുത്താതെ ഇരിക്കുകയാണ്. ഈ സീസണിലെങ്കിലും അത് ഉപയോഗിക്കണമെന്നും കേന്ദ്ര പദ്ധതികൾ പലതും ഇവിടെ നടപ്പാക്കാനാകുന്നില്ലെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിയാൽ ഇതിന് മാറ്റം വരുമെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ താൻ ലൂർദ് മാതാവിൻ്റെ മുൻപിൽ സ്വർണ്ണക്കിരീടം നൽകിയപ്പോൾ അതിലെ ചെമ്പ് ചുരണ്ടാൻ വന്നവരെ ഇപ്പോൾ കാണാനില്ല. അത്തരം ആളുകൾ ശബരിമലയിൽ ഭക്തർ കൊടുത്ത സ്വർണം മാറ്റി ചെമ്പിൻ്റെ അളവ് കൂട്ടാൻ നടക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. ചില തറകൾ ഞാൻ സ്വർണ്ണക്കിരീടം സമർപ്പിച്ച വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ കൈ കഴുകുന്ന കാര്യവും ചിലർ വിമർശിക്കുന്നു. കോവിഡ് കാലത്ത് മാത്രമല്ല ശുദ്ധി വേണ്ടത്. വെള്ളം ഒഴിച്ചാണ് ഞാൻ കൈ കഴുകുന്നത്. ഞാൻ മൂക്കിൽ കൈവച്ച ശേഷം കേക്ക് മുറിച്ചാൽ അതിലും വിമർശനം വരുമെന്നും സുരേഷ് ഗോപി പറയുന്നു. മോദിക്കോ അമിത്ഷായ്ക്കോ ശബരിമല വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല. തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തിട്ടില്ല. കേന്ദ്രം ഫണ്ട് തന്നില്ല എന്ന തട്ടിപ്പ് ഇനിയിവിടെ നടക്കില്ല. യൂണിഫോം സിവിൽ കോഡ് വരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ. അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ശബരിമലയിൽ വലിയ സാധ്യതയുണ്ട്. യൂണിഫോം കോഡ് വന്നിരിക്കും എന്നും സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപി സാർ അവസാനം പറഞ്ഞ ഈ കാര്യം മാത്രം ശരിക്കും മനസ്സിലായില്ല. യൂണിഫോം സിവിൽ കോഡ് ശബരിമലയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ശബരിമലയിൽ വരുന്നവർ ഒരേ കോഡ് പാലിക്കുന്നവരാണ്. അയ്യപ്പ ഭക്തരാണ് അവിടേക്ക് വരുന്നവരെല്ലാം. ഇനി അവർക്ക് കറുത്ത നിറത്തിലുള്ള യൂണിഫോം മാത്രം ഏർപ്പാടാക്കുന്ന കാര്യമാണോ ഇദ്ദേഹം പറഞ്ഞത് എന്നറിയില്ല. ഇനി യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടറിയാം ശബരിമലയിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ അടങ്കലായി BJP ഏറ്റെടുത്തിരിക്കുമെന്നും സഹമന്ത്രി പറയുന്നു. കണ്ണൂരിലും മറ്റുമുള്ളവർ BJPയുടെ ശക്തിയെ ഭയക്കണം. കേരളം മുഴുവൻ BJP എന്ന മനസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP 21 സീറ്റ് നേടിയാൽ ഭരിക്കുന്നവർ ആരായാലും അവരെ നിലയ്ക്ക് നിർത്താൻ കഴിയും. വളരെ വ്യക്തമായൊരു കണക്കാണത്. അടുത്ത രാജ്യസഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന 21 സീറ്റിൻ്റെ ഉള്ളർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭയിലെ മുരുകണിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ 3ാമതും BJP അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഇലക്ഷൻ പ്രമാണിച്ച് തകർപ്പൻ പ്രകടനമാണ് സുരേഷ് ഗോപി സാർ നടത്തുന്നത്. ഇനി റിസൾട്ട് വരുമ്പോൾ മാത്രമേ അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.